എന്ന് ഞാൻ നിന്നെ വിശ്വസിക്കുന്നുവെന്നൊക്കെ എഴുതിയത് കണ്ടപ്പോൾ പോസ്റ്റ്മാന് വളരെ തമാശ തോന്നി. എങ്കിലും അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയിട്ട് പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മുടെ ഒരു അമ്മച്ചി വളരെ ബുദ്ധിമുട്ടി വളരെ ദുഃഖത്തിലായിരിക്കുന്നു. അമ്മച്ചിക്ക് 8000 രൂപ ആരോ കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് വളരെ അത്യാവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് അമ്മച്ചിക്ക് കൊടുക്കാൻ നമുക്ക് ആവുന്നത് എല്ലാവരും കൂടെ ഒഴുക്കണമെന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കിട്ടിയ പൈസ 5000 രൂപയുള്ളായിരുന്നു. അമ്മച്ചിക്ക് 5000 രൂപ പോസ്റ്റ്മാൻ അയച്ചു കൊടുത്തു. അങ്ങനെ പോസ്റ്റ്മാൻ അയച്ചു കൊടുത്ത പണവും ലെറ്ററും കിട്ടി. വളരെ സന്തോഷത്തോടെ അമ്മച്ചി ലെറ്റർ പൊട്ടിച്ച് വായിച്ചു. മോളെ, ഞാൻ നിനക്ക് പൈസ അയച്ചിട്ടുണ്ട് എന്ന്. അത് കേട്ട് അമ്മച്ചി വളരെ സന്തോഷിച്ചു. പൈസ എണ്ണി നോക്കിയപ്പോൾ ആ 8000 അല്ലായിരുന്നു, 5000 രൂപയുള്ളായിരുന്നു. അത് കണ്ട് അമ്മച്ചിക്ക് വളരെ ദുഃഖം തോന്നി. അമ്മച്ചി പറഞ്ഞു, ഈ പോസ്റ്റ്മാൻ ആ 3000 രൂപ മോട്ടിച്ചെടുത്തു. അതുകൊണ്ട് കർത്താവേ, നീ ആ പോസ്റ്റ്മാനെ സന്ദർശിക്കണമേ. ദൈവമേ, നീ പോസ്റ്റ്മാനെ വിടരുത്, ഒന്ന് പിടിച്ചൊന്ന് കുലുക്കുമാറാകണമേ എന്നൊക്കെ അമ്മച്ചി പോസ്റ്റ്മാനെ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിങ്ങൾക്കറിയാമല്ലോ കൂട്ടുകാരെ, ആ പോസ്റ്റ്മാൻ എങ്ങനെയാണ് അമ്മച്ചിക്ക് പൈസ അയച്ചു കൊടുത്തത്. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമ്മളെ സഹായിക്കുന്നവർ ഏത് രീതിയിലാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും അവർ ഇത്രയേ തന്നുള്ളൂ എന്ന്. പലപ്പോഴും അവർക്കൊരു വലിയ തുക വേണമെങ്കിൽ തരാമായിരുന്നു ഒക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ആ കിട്ടിയതിന് നന്ദിയുള്ളവരായിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. വിക്കി ബോൾ എന്ന 48കാരി പുസ്തകമേളയ്ക്ക് പുസ്തകം വിൽക്കാൻ പോയപ്പോൾ അവളുടെ ഒത്തിരി പുസ്തകം കൊണ്ട് പോയെങ്കിലും വെറും 2 ബുക്ക് മാത്രമാണ് അവൾ വിറ്റത്. ആ ബുക്കിൻ്റെ പേര് ഒന്ന് പവർലെസ്സും ഒന്ന് അബൻഡൻറ്റും ആയിരുന്നു. പക്ഷേ അവൾ വളരെ ദുഃഖിതയാകാതെ വണ്ണം വളരെ പുഞ്ചിരിയോടും പ്രസരിപ്പോടും ശുഭാപ്തി വിശ്വാസത്തോടും കൂടെ അവൾ ആമസോണിൻ്റെ ബെസ്റ്റ് സെല്ലർ നോവലിലേക്ക് എത്തിച്ചേരാൻ അവൾക്കിടയായത്. അവൾ സന്തോഷത്തോടെ അവൾ എഴുതി, ഞാൻ പുസ്തകമേളയ്ക്ക് വന്ന് വെറും 2 ബുക്ക് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയും അതിലൊരു കുറിപ്പ് എഴുതാൻ ഇടയായി. അപ്പോൾ ആമസോണിൻ്റെ ഒരു ബെസ്റ്റ് സെല്ലർ ചാർട്ട് നോവലിലേക്ക് അവൾ കുതിച്ചു വരാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വരുന്ന കഷ്ടങ്ങൾ, വരുന്ന പ്രയാസങ്ങൾ, വരുന്ന കടങ്ങൾ, വരുന്ന ബുദ്ധിമുട്ടുകളെ നോക്കി നമ്മൾ കരയുകയല്ല. അതിനുവേണ്ടി നമ്മൾ നെഞ്ചത്തടിച്ച് കരയുകയല്ല വേണ്ടത്, അലറി കരയുകയല്ല വേണ്ടത്, നിരാശപ്പെടുകയല്ല വേണ്ടത്, നമ്മൾ ഡിപ്രഷനിലാകുമല്ല വേണ്ടത്. നമ്മൾ പുഞ്ചിരിയോടെ സന്തോഷത്തോടെ, ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, ദൈവത്തിന് കഴിയും. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, ഐ ഹാവ് ഓവർകം ദ വേൾഡ് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ടേക്ക് ഹേർട്ട്. സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തെ ഒരിക്കലും ട്രബിളാകാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്, എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു വലിയ ശുഭാപ്തി വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ആ വിക്കി ബോളിനെ പോലെ നമുക്ക് ഈ ദിവസങ്ങളിൽ കുതിച്ചുയരാനുള്ള വഴികൾ ഉണ്ടാക്കിത്തരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കേട്ട കഥയിൽ നിന്ന് ഞാൻ എഴുതിയ ഒരു ചെറിയ കാര്യമാണിത്. ഇതെല്ലാം അവിടുന്ന് ഇവിടുന്ന് എടുത്തതാണ്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വിരമിച്ചു. ആമേൻ.